ഭരണഘടനയും മതമൂല്യങ്ങളും എന്ന തലവാചകത്തിലൂന്നിയാണ് നമ്മുടെ സംസാരം. ഉദ്ഘാടകന് ശേഷമുള്ള ആദ്യത്തെ സംസാരം എന്ന നിലയ്ക്ക് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അതൊരൽപ്പം പറയാനാണ്, വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഭരണഘടന, രണ്ടാമത്തേത് മതമൂല്യങ്ങൾ. ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യത്തെ പരാമർശം നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണ് എന്നുള്ളതാണ്. രാജ്യഭരണ കാര്യങ്ങളിൽ ഏതാനും വ്യക്തികളുടെ ഹിതമല്ല, മറിച്ച് ജനഹിതമാണ് ആത്യന്തികമായി നടപ്പിലാക്കേണ്ടത്. ഇതാണ് പരമാധികാര രാഷ്ട്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അംബേദ്കർ അത് വിശദീകരിക്കുന്നുണ്ട്. ഭരണഘടനാ ശില്പി അംബേദ്കറുടെ വിശദീകരണം ഇപ്രകാരമാണ്: ഈ ഭരണഘടനയുടെ അധികാര ശക്തി, അതിൻ്റെ പരമാധികാര സ്വഭാവം എന്നിവയെല്ലാം തന്നെ ഇന്ത്യയിലെ ജനങ്ങളിൽ ഊന്നി നിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലല്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ ഊന്നി നിൽക്കുന്നതാണ്. അതാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയാമ്പിളിൽ ആമുഖത്തിൽ രണ്ടാമത് പറയുന്നത് നമ്മുടെ ഭരണഘടന ഒരു സോഷ്യലിസ്റ്റ് സംവിധാനമാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന ആശയം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ തന്നെ ഒരു സർവാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണമല്ല, മറിച്ച് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് ആ ഒരു രീതിയിലാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന സോഷ്യലിസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സർവാധിപത്യ സോഷ്യലിസം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനാധിപത്യ സോഷ്യലിസം. അപ്പോൾ ഒന്ന് പരമാധികാരം, രണ്ട് സോഷ്യലിസ്റ്റ്, മൂന്നാമത്തേത് മതേതരം, സെക്യുലർ. അതാണ് ഇവിടെ ഗൗരവത്തിൽ. ഒരുപക്ഷെ ശാന്തിഗിരി ആശ്രമത്തിൽ നമ്മുടെ ഈ ഒരു ഭരണഘടനാ ചർച്ച നടത്തുമ്പോൾ അതിൽ ഊന്നേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം അതാണ് സെക്യുലർ എന്നുള്ള ആശയം. ഒരു പ്രത്യേക മതവും രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് മുദ്രകുത്തപ്പെടുകയോ ആ നിലയിലുള്ള സംരക്ഷണമോ പ്രത്യേക പദവിയോ അർഹിക്കുന്നതായി പരിഗണിക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് മതത്തിന്റെ പേരിൽ വിവേചനമില്ലാതെ നിയമത്തിന്റെ മുന്നിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും നൈയാമികവുമായ തുല്യത ഭരണഘടന ഈ പറയുന്ന സെക്യുലർ അതല്ലെങ്കിൽ മതേതര രാഷ്ട്രം എന്ന ആശയത്തിലൂടെ ഉറപ്പു നൽകുകയാണ്. ഡെമോക്രസിയാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിലെ മറ്റൊരാശയം എന്ന് പറയുന്നത് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രതിനിധിയെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുക എന്നതാണ് രാഷ്ട്രീയമായ ഭരണപരമായ ജനാധിപത്യം. അത് നമ്മളൊക്കെ പഠിച്ചതാണ്. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് രാഷ്ട്രീയ ജനാധിപത്യം അതല്ലെങ്കിൽ ഭരണപരമായ ജനാധിപത്യം? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രതിനിധിയെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുക, ഇതാണ് രാഷ്ട്രീയ അതല്ലെങ്കിൽ ഭരണപരമായ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്നാൽ ഭരണഘടന ജനാധിപത്യം എന്ന് പറയുമ്പോൾ കേവലം രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവുമായ ജനാധിപത്യം അതിൽ പ്രധാനമാണ്. നമ്മുടെ ആത്മീയ സ്ഥാപനങ്ങൾ, അവിടെയും വേണം ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ നേരെ എതിരായിട്ടുള്ളത് ഏകാധിപത്യം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ജനാധിപത്യം വേണം. നമ്മുടെ കുടുംബഘടനയിൽ വേണം ഏതെങ്കിലും ഒരാളുടെ, ഭർത്താവിന് അതല്ലെങ്കിൽ ഭാര്യയുടെ അതല്ലെങ്കിൽ മുതിർന്ന ഒരു മകന്റെ തീരുമാനപ്രകാരം ആ കുടുംബം മുന്നോട്ട്, എല്ലാവരും കൂടിയാലോചിച്ചുകൊണ്ട്, അവിടെ കൂടിയാലോചിക്കാൻ പ്രാപ്തിയുള്ള എല്ലാ കുടുംബാംഗങ്ങളും കൂടിയാലോചിച്ചുകൊണ്ട് കുടുംബം മുന്നോട്ട് പോവുക. അതുപോലെ ആത്മീയ സ്ഥാപനങ്ങളും അങ്ങനെ മുന്നോട്ട് പോവുക. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അത് കേവലം ഭരണം അതല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന ഒരു തലത്തിൽ മാത്രമല്ല ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്, അതല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വെക്കുന്നത് മനസ്സിലാക്കുക. അതുപോലെ റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രത്തലവൻ പാരമ്പര്യക്രമം അനുസരിച്ച് സ്ഥാനമേൽക്കുന്ന രാജാവോ രാജ്ഞിയോ അല്ല, മറിച്ച് ഒരു നിശ്ചിത കാലത്തേക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ്. ജനങ്ങളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രത്തലവൻ.
അതോടൊപ്പം തന്നെ ഒരു നിശ്ചിത കാലത്തേക്ക് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ്. ഇതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം. സ്വാതന്ത്ര്യം, ലിബർട്ടി എന്നതാണ് അടുത്ത ആശയം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ചിന്തിക്കാനും ആവിഷ്കരിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും മറ്റെല്ലാ നിലക്കുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ്. നീതി, ഇതൊക്കെ ആമുഖമാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഭരണഘടന ഭയങ്കര ഭരണഘടന പാണ്ഡിത്യമുള്ള ആളുകളല്ല, നമ്മൾ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് പ്രാഥമികമായിട്ടുള്ള അറിവ് അതിന്റെ ആമുഖത്തെ സംബന്ധിച്ചെങ്കിലും ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്ന നിലക്കാണ് ആമുഖം മാത്രം ഞാൻ ചർച്ച ചെയ്യുന്നത്. ആമുഖത്തിൽ നീതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് സാമൂഹിക നീതിയാണ്. സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ ജാതി, മതം, ലിംഗം, ഭാഷ, തൊഴിൽ, ജന്മസ്ഥലം തുടങ്ങിയ ഘടകങ്ങളുടെ ഒന്നിന്റെയും അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വേർതിരിവ് കാണിക്കാതിരിക്കുക എന്നതാണ് സാമൂഹിക നീതി. രണ്ടാമത് നീതിയെ പറ്റി പറയുമ്പോൾ സാമ്പത്തിക നീതിയെക്കുറിച്ച്, അത് ആമുഖത്തിൽ തന്നെ ഈ നീതിയെല്ലാം, ഈ ജസ്റ്റിസ് പറയുമ്പോൾ ഈ നീതിയെല്ലാം പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. ഒന്ന് സാമൂഹിക നീതി, രണ്ട് സാമ്പത്തിക നീതി. സാമ്പത്തിക നീതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രകൃതി വിഭവങ്ങളും എല്ലാ പൗരന്മാർക്കും അർഹതപ്പെട്ടതാണ്. എല്ലാ പൗരന്മാർക്കും പ്രകൃതി വിഭവങ്ങൾ ഒരുപോലെ വിതരണം ചെയ്യണമെന്നും തുല്യ അവസരങ്ങൾ തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ചു കൊടുക്കണമെന്നും സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ നീതിയാണ് നീതിയുടെ മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ രാഷ്ട്രീയാവകാശങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളിൽ തുല്യമായ പങ്കാളിത്തവും ഉറപ്പു നൽകുക എന്ന ആശയമാണ് രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സമത്വമാണ് ആമുഖത്തിൽ പറയുന്നത്, ഈക്വാലിറ്റിയാണ് ആമുഖത്തിൽ പറയുന്ന വേറൊരാശയം. മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് അതിനെ നമുക്ക് ചുരുക്കി പറയാം. അതിൻ്റെ ഒരു നിർവചനം മനുഷ്യരെല്ലാം തുല്യരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതാണ് ഈക്വാലിറ്റി. ഫെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. അത് ഒരു നല്ല അളവിൽ തന്നെ ക്ലീമിസ് തിരുമേനി ഇവിടെ വിശദീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്നതിനാണ് ഭരണഘടന സാഹോദര്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. സാഹോദര്യം എന്ന ആശയം സത്യത്തിൽ അത് മാനവികമായി നമുക്ക് ആത്മീയ മണ്ഡലങ്ങളിലും അതുപോലെ മതധാരകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ ഔദ്യോഗിക സ്വഭാവത്തിൽ സാഹോദര്യത്തിന്റെ ആവശ്യകത ആദ്യമായിട്ട് ഊന്നിപ്പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഭരണഘടന പഠിക്കുമ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയുടെ ആമുഖം എന്നുള്ളതാണ്. ഞാനിന്ന് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് നമ്മളിന്ന് തുടങ്ങിയിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി മനോഹരമായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഒരു പരിപാടി വേറെ സന്ദർഭത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ആമുഖം വായിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖം മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സത്യത്തിൽ ഈ വിശാലമായ ഭരണഘടനയുടെ ഒരു സമ്മറി, ഒരു ഹ്രസ്വമായ ഉള്ളടക്കമുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത് പറയുന്നത് മതമൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മുടെ സംവാദത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ ഒന്ന് ഭരണഘടന, രണ്ട് മതമൂല്യങ്ങൾ, റിലീജിയസ് വാല്യൂസ് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മതങ്ങളെ സംബന്ധിച്ചും എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു പരിധിയോളം നമുക്ക് എല്ലാ മതങ്ങളെയും നമുക്ക് തന്നെ പറയാൻ കഴിയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു സംവാദത്തിന്റെ ഒരു കൃത്യത അതിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഹിന്ദു മതത്തിന്റെ റിലീജിയസ് വാല്യൂസ് പറയുമ്പോൾ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ റിലീജിയസ് വാല്യൂസ് പറയുമ്പോൾ നമുക്ക് പ്രസംഗത്തിൽ പറയാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വൈജ്ഞാനിക ചർച്ചയിൽ നമ്മളത് പറയുമ്പോൾ അതിന് അർഹതയുള്ള അതല്ലെങ്കിൽ അത് കൂടുതൽ അതിന് ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിയുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ റിലീജിയസ് വാല്യൂസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, അത് വളരെ പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ഈ കൂടിയാലോചനയുടെ പ്രാധാന്യം പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രത്തിനകത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ കുടുംബത്തിനകത്ത്, നമ്മുടെ ആത്മീയ സ്ഥാപനങ്ങളുടെ അകത്ത് എല്ലാം വേണ്ടത് കൂടിയാലോചനയാണ്. ഈ കൂടിയാലോചനയാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു ബഹിർഗമനമായിട്ടുള്ള ഒരു പുറത്തു വരുന്ന വലിയൊരു ആശയം എന്ന് പറയുന്നത്. കൂടിയാലോചിച്ചുകൊണ്ട് നമ്മളിപ്പോ പല രീതിയിലും ആളുകൾ ഭരണാധികാരിയെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്താലും കൂടിയാലോചിച്ച് തെരഞ്ഞെടുത്താലും എല്ലാവരുടെയും പ്രാതിനിധ്യം അവിടെ വരും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ കൂടിയാലോചന അതല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം തീരുമാനങ്ങളിൽ വരിക എന്നുള്ളതാണ് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അതിൽ ഖുർആനിന്റെ ചില വചനങ്ങൾ ആ ഒരു ആശയം പ്രത്യേകം ഊന്നുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാര്യങ്ങളിൽ നിങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. പ്രവാചകനോടും പറയുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഖുർആൻ വചനങ്ങളൊക്കെ നമുക്ക് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മതപരമായ ടെക്സ്റ്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
സ്വാതന്ത്ര്യം, നീതി എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സ്വാതന്ത്ര്യം, നീതി എന്ന് പറയുന്ന ആശയത്തെ ശാക്തീകരിക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ പക്ഷെ അത് ദീർഘമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ രണ്ടാമത്തെ പ്രവാചകന്റെ രണ്ടാമത്തെ ശിഷ്യനാണ് അദ്ദേഹമാണ്. പിന്നീട് പ്രവാചക വിയോഗത്തിന് ശേഷം രണ്ടാമത്തെ ഭരണാധികാരിയായിട്ട് വന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഒരു സംഭവം ഉണ്ടായി എന്നാണ്. ഈജിപ്തിൽ അന്നത്തെ ഗവർണർ അംർ ബിൻ അൽ-ആസ് എന്നായിരുന്നു ആ ഗവർണറുടെ പേര്. ആ അംർ ബിൻ ഈ ഗവർണറുടെ മോനും അതുപോലെ തന്നെ ഒരു ഈജിപ്തിൽ അടിസ്ഥാന വംശജനായ കോപ്റ്റിക് വംശജനായിട്ടുള്ള ഒരു പൗരനും ഗവർണറുടെ മകനും അതുപോലെ കോപ്റ്റിക് വംശജനായ ഒരു പൗരനും തമ്മിൽ ഒരു കുതിര ഓട്ടം നടത്തി. കുതിരപ്പുറത്ത് കയറി അവർ ഒരു ഓട്ട മത്സരം നടത്തുകയാണ്. അങ്ങനെ ഓട്ട മത്സരം നടത്തിയപ്പോ ഈ കോപ്റ്റിക് വംശജന്റെ കുതിര ഒരുപാട് സ്പീഡിൽ ഒരുപാട് മുന്നോട്ട് പോയി. ഈ ഗവർണറുടെ മോനെ അതിലെ പരാജയപ്പെടുകയും ചെയ്തു. ആ ഒരു പരാജയത്തിന്റെ ഒരു പ്രയാസത്തിൽ ഞാന് ഭരണാധികാരിയുടെ അതല്ലെങ്കിൽ ഗവർണറുടെ പുത്രനാണ്, എന്നെ നീ തോൽപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ഗവർണറുടെ പുത്രൻ ഈ പറയുന്ന ആളെ, ഈ കോപ്റ്റിക് വംശജനായ ക്രൈസ്തവ സഹോദരനെ തല്ലി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തല്ലിയപ്പോ സ്വാഭാവികമായിട്ടും ഭരണാധികാരി മദീനയിലാണ്, ഏറെ ദൂരമാണ്. ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് ഏറെ ദൂരമുണ്ട്. ഭരണാധികാരിയുടെ അടുക്കലേക്ക് പരാതിയുമായിട്ട് അദ്ദേഹം ചെന്നു, കത്തയച്ചു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ നേരിട്ട് ചെന്നു എന്നും ചില ചരിത്രകൃതികളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഗവർണറുടെ പുത്രനെ തല്ലിയിരിക്കുന്നു. ഇങ്ങനെ കുതിരയോട്ടം നടത്തിയപ്പോൾ അയാൾ തോറ്റപ്പോ അയാൾക്കുള്ള ആഭിജാത്യ ബോധം കൊണ്ട് അയാളെന്നെ തല്ലിയിരിക്കുന്നു എന്നാണ് പരാതി പറഞ്ഞത്. ഉടനെ ഭരണാധികാരി പറയാൻ, എന്നാൽ അയാളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരണ ചെയ്യാൻ, ഗവർണറുടെ പുത്രനെയും ഗവർണറെയും വിളിച്ച് വിചാരണ ചെയ്യാൻ. നിന്നെ അയാളെ തല്ലിയില്ലേ, ഗവർണറുടെ പുത്രൻ എന്ന് പറഞ്ഞ ആ ഒരു ആഭിജാത്യ ബോധത്തിൽ നിന്നെ അയാളെ തല്ലിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരിയുടെ മുമ്പിൽ ഇയാൾ സമ്മതിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഗവർണറുടെ പുത്രൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് ഭരണാധികാരി വടി നൽകുകയാണ്. ഭരണാധികാരി എന്ന് പറഞ്ഞ ഖലീഫ ഉമർ വടി നൽകിക്കൊണ്ട് പറയാണ്, തിരിച്ചടിക്കണം. കാരണം അയാൾ അടിക്കാൻ ഇയാൾക്ക് പ്രേരകമായത് അയാൾ ഗവർണറുടെ അതല്ലെങ്കിൽ ഭരണാധികാരിയുടെ പുത്രനാണ് എന്നുള്ള ചിന്തയാണ് അടിക്കാൻ പ്രേരകമായത്. അതുകൊണ്ട് തിരിച്ചടിക്കണം. അടിച്ചതിന് ശേഷം തിരിച്ചടിച്ചതിന് ശേഷം അവിടെ ഒരു പ്രതിക്രിയ അവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. അടിച്ചപ്പോൾ തിരിച്ചടിക്കാനുള്ള ഒരു അവസരം, അത് നീതിയാണ്. ഭരണാധികാരിയുടെ ഗവർണറുടെ പുത്രനായിട്ട് കൂടി ആ ഒരു നീതി അവിടെ നടപ്പിലാക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഈ ഗവർണറുടെ പുത്രനായി എന്നത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ഗവർണറെ കൂടി ഒന്ന് അടിക്കണോ എന്ന് ചോദിച്ചു ഭരണാധികാരി. അപ്പോൾ അയാൾ പറഞ്ഞു, കോപ്റ്റിക് വംശജനായിട്ടുള്ള ആ ഒരു സഹോദരൻ പറഞ്ഞു, അത് വേണ്ട, കാരണം തെറ്റ് ചെയ്തത് ഇയാളാണല്ലോ, എന്നെ അടിച്ചത് ഇയാളാണല്ലോ, അതവിടെ നടന്നിട്ടുണ്ടല്ലോ. അതിനുശേഷം ഖലീഫ ഉമർ പറയുന്ന ഒരു വാചകം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടേതുമായ ഏറ്റവും വലിയൊരു വർത്തമാനമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എപ്പോഴാണ് മനുഷ്യരെ നിങ്ങൾ ആളുകൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ട് പ്രസവിച്ചിരിക്കുകയാണ്. സ്വതന്ത്രരായിട്ട് മാതാക്കളുടെ കുഞ്ഞുങ്ങളായിട്ട് പിറന്നു വീണ മനുഷ്യരെ എപ്പോഴാണ് നിങ്ങൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത് എന്ന് ഖലീഫ ഉമർ ചോദിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം, നീതി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ എന്ന് മാത്രമല്ല ലോകത്തുടനീളമുള്ള വിവിധ ഭരണഘടനകൾ മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയത്തെ ശാക്തീകരിക്കുന്ന ഒരു ചരിത്ര സംഭവമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം. പൗരസ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മളതിന് പറയാവുന്നതാണ്. എല്ലാ പൗരന്മാർക്കും നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തുടങ്ങിയ ഭാഗങ്ങളിൽ കാണുന്നതാണ് പൗരസ്വാതന്ത്ര്യവുമായിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം അതിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനും അതുപോലെ അനുഷ്ഠിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തുടനീളം ഏറ്റവും ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് പറയുന്നത്. അവിടെയും ചില മാതൃകകൾ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ ഒരു ഭരണകൂടം നിലവിൽ വന്നപ്പോൾ അവിടെ പ്രവാചകൻ ഒരു മദീന കരാർ, അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഒരു ഭരണഘടന പ്രവാചകന്റെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കി. ആ ഭരണഘടനയിൽ ഇപ്രകാരം ഒരു പരാമർശമുണ്ടായിരുന്നു. ആ പരാമർശം ജൂതമത വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസമനുസരിച്ചും മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മദീനയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രവാചകന്റെ ഒരു വസീഖത്തുൽ മദീന എന്നാണ് അറബിയിൽ അതിന് മദീന ചാർട്ടർ എന്ന ചരിത്രത്തിൽ അത് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്.
ജൂതമത വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസമനുസരിച്ചും മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേറെ അതേ മദീന ചാർട്ടറിൽ തന്നെ വേറെ ഒരു പരാമർശം, ഞാൻ അതിന്റെ അറബിയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്, പക്ഷെ അതിന്റെ അറബി പറയുന്നില്ല, അതിന്റെ പരിഭാഷ പറയാണ്. പ്രവാചകൻ പറയാണ്, ബനു ഔഫ് ഗോത്രത്തിലെ ജൂതന്മാരെ, ഒരു വലിയ ജൂതഗോത്രമാണ്, അന്നത്തെ കാലത്തുള്ള വലിയൊരു ജൂതഗോത്രമാണ് ബനു ഔഫ് ഗോത്രം. ബനു ഔഫ് ഗോത്രത്തിലെ ജൂതന്മാരും അതുപോലെ തന്നെ ബനു നജ്ജാർ ഗോത്രം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ വലിയൊരു ക്രൈസ്തവ ഗോത്രമാണ്. ബനു നജ്ജാർ ഗോത്രത്തിലെ ക്രൈസ്തവരും ബനു ഔഫ് ഗോത്രത്തിലെ ജൂതന്മാരും ഈ മുസ്ലിങ്ങളോടൊപ്പം സൗഹൃദത്തിൽ ജീവിക്കേണ്ടുന്ന സമൂഹങ്ങളാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പറഞ്ഞത് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവരുടെ വിശ്വാസം അനുസരിച്ചും മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഈ റിലീജിയസ് ടെക്സ്റ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഏത് റിലീജിയന്റെ ടെക്സ്റ്റുകൾ, ഇപ്പൊ ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ, ഇസ്ലാമിനെ നിങ്ങൾ കാണുന്നത് പോലെ വേറെയും പണ്ഡിതന്മാരെ ഇസ്ലാമിനെ സംബന്ധിച്ചും ബാക്കിയുള്ള മതങ്ങളെ കുറിച്ചൊക്കെ ധാരാളമായിട്ട്, ഒന്നാമത് എനിക്ക് പറഞ്ഞതുപോലെ സമയം കുറവാണ്, അതോടൊപ്പം തന്നെ കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് കൃത്യതയോട് വ്യക്തതയോട് കൂടി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ കൂടുതൽ സൗന്ദര്യവും ഭംഗിയും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് വിശദീകരിച്ചത്. ഇങ്ങനെയുള്ള ഭരണഘടനാപരമായ മൂല്യങ്ങളെ ശാക്തീകരിക്കുന്ന ടെക്സ്റ്റുകൾ നമുക്ക് എല്ലാ മതങ്ങളിലും കാണാൻ സാധിക്കും. അത് കൂടുതൽ പഠിക്കാനും ആ അടിസ്ഥാനത്തിൽ ഭരണഘടന തന്നെ കൂടുതൽ വായിക്കാനും ഭരണഘടനയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും വലിയൊരു പ്രചോദനമായിട്ട് ഇന്നത്തെ ഈ സിംബോസിയം അതല്ലെങ്കിൽ സെമിനാർ, ഈ സമ്മേളനം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.